ദക്ഷയ്ക്ക് മുൻപിൽ നീയൊരു പ്രതിയോഗിയല്ല. നിന്നെ ഞാനും ഒരു പ്രതിയോഗിയായിട്ട് കാണുന്നില്ലടി. നിന്റെ ജീവനും എനിക്ക് വേണ്ട. നിനക്ക് ഞാൻ തരാൻ പോകുന്ന വിധി ഇനിയുള്ള ജന്മം നീ കരഞ്ഞു തീർക്കാനാവും. മംഗലശ്ശേരിയിൽ വീഴാൻ പോകുന്ന ശവങ്ങൾക്കൊപ്പം നിന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വീഴ്ത്തും. നിനക്കതിന് കഴിയില്ല കവിത. നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ദക്ഷയുടെ മനസ്സ് തകർക്കാൻ നിനക്ക് പറ്റില്ല. നീ എന്നെ മാണിക്യമംഗലത്തെ ഗൗരിയായി കാണുന്നതിന്റെ കുഴപ്പാത്. എല്ലാം നിന്റെ പരിധിയിലാണെങ്കിൽ എന്താടി ജയിലിൽ നിന്നിറങ്ങി എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ ആൾക്കാർക്ക് കഴിയാതെ പോയത്? ഗൗതം താലി കെട്ടിയ പെണ്ണാണെന്നുള്ള തോന്നല നിനക്ക് എന്നെക്കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണ. ഞാനൊന്ന് താഴ്ന്നു തന്നപ്പോഴൊക്കെ നീ എന്റെ തലേ കയറാൻ നോക്കി. ആദ്യകാലത്തൊക്കെ നിന്നെ ഞാൻ അന്യായി കണ്ടിരുന്നില്ല. എനിക്ക് പാളിച്ച പറ്റിപ്പോയത് അവിടെയാ. മംഗലശ്ശേരിയുടെ ശത്രുവായി നീ കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നത്. നിനക്ക് നിന്റെ മകളെ മംഗലശ്ശേരിയിലെ മരുമകളായി വാഴിക്കാനായിരുന്നു തിടുക്കം. അവിടെ വെച്ച് നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. നീ മിത്രമല്ല, ശത്രുവാണ്. അല്പം പോലും ദയ കാട്ടാതെ എന്നെ നീ പോലീസിന് പിടിച്ചു കൊടുത്തു. നീ അർഹിക്കുന്നത് നിനക്ക് ഞാൻ നേടിത്തരുമായിരുന്നു. പക്ഷേ നീ നിന്റെ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ജീവിതത്തിൽ ആരെയും സ്നേഹിക്കാത്തവരുണ്ട്, എന്നാൽ അവർ സ്വയം സ്നേഹിക്കുക ചെയ്യാറ്. നീ നിന്നെപ്പോലെ സ്നേഹിച്ചിരുന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു തവണയെങ്കിലും നിന്നെ ചിരിച്ച് കണ്ടിട്ടുള്ള ആരെങ്കിലും നിന്റെ കൂട്ടത്തിലുണ്ടോ? ഇനി ഞാൻ ചിരിക്കുവേടി, മനസ്സ് തുറന്ന് ചിരിക്കും. എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോ നീ എന്താടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ? ദി ഗെയിം ഇസ് ഓവർന്നു. ഒരു കളിയും തീർന്നു പോയില്ലടി. ഇടയ്ക്കൊക്കെ വരുന്ന ചെറിയൊരു ബ്രേക്ക് മാത്രം. എൻ്റെ കളി തുടങ്ങാൻ പോവാ ദക്ഷേ. ചെയ്തു പോയ അപരാധങ്ങൾ കൂട്ടിയും കുറച്ചും ജയിലിൽ കാലം കഴിക്കാൻ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. ഇനി അതും കൂടി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. താലി കെട്ടിയ പുരുഷനുണ്ടായിട്ടും നീ അത് മറച്ചു വെച്ചു. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യവും നഷ്ടപ്പെടുത്തി. ഇനി എന്ത് നേടാനടി നീ പോകുന്നത്? ഞാൻ മോഹിച്ചതെന്തോ അത് ഞാൻ നേടുക തന്നെ ചെയ്യും. വീഴ്ത്തേണ്ടവരെയൊക്കെ കവിത വീഴ്ത്തിയിരിക്കും. നിന്റെ ഭാഗത്ത് നിന്ന് 2 പേരെ ഞാൻ എടുക്കും. ഒന്ന് എന്നെ ചതിച്ച നിന്റെ ഏട്ടൻ, മറ്റൊന്ന് നിന്റെ മോൾ. നീ നെഞ്ച് പൊട്ടിക്കറിയുന്നത് എനിക്ക് കാണണം. നിന്റെ മോളുടെ ശവം കണ്ട്. പേടിച്ചു പോയല്ലേ? നീ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നോ? ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും.